അത് പരിപൂർണമായി തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പദമാണ്. ജിഹാദ് എന്ന് പറഞ്ഞാൽ ധർമ്മസമരമാണ്, നീതിക്ക് വേണ്ടി. പ്രവാചകൻ പറയുന്നത് നിങ്ങൾ നീതിക്ക് വേണ്ടി ഒരു അക്ഷരം പറയുന്നത് പോലും ജിഹാദാണ്. അതല്ലാതെ ഏതെങ്കിലും തീവ്രവാദ സ്വഭാവത്തിൽ പ്രവർത്തിക്കുക എന്നുള്ളതല്ല ജിഹാദ് എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് മുസ്ലിം സഹോദരന്മാരായ ആളുകൾ വേദിയിലുണ്ട്, അധ്യാപികമാരായ ആളുകളുണ്ട്, കുട്ടികളുണ്ട്. ജിഹാദ് ഒരിക്കലും ബോധപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു പദമാണ്. ജിഹാദ് എന്ന് പറഞ്ഞാൽ ധർമ്മസമരം, സത്യത്തിന് വേണ്ടിയുള്ള സമരം, ധർമ്മത്തിന് വേണ്ടിയുള്ള സമരം, അതാണ് ജിഹാദ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സമരമായി സത്യത്തിൽ ഒരു ഇടപെടലായിട്ട് ഇതിനെ നമുക്ക് മാറ്റേണ്ടതുണ്ട്. കാരണം ഞാൻ അവകാശങ്ങൾ മുഴുവൻ വായിച്ചു നോക്കിയത് എല്ലാം വിശദീകരിച്ച് പറയും. അതിങ്ങനെ വായിച്ചു നോക്കുമ്പോൾ ഒരു ജീവൻ പ്രശ്നമാണ്, ഒരു ജീവൻ പ്രശ്നം. നിങ്ങൾ നോക്കൂ, ഒരു അധ്യാപകനെ സംബന്ധിച്ച് ഞാൻ ഒരു വിദ്യാലയം നടത്തുന്ന ഒരാളാണ്. ഞങ്ങൾക്ക് ഒരു 10-28 അധ്യാപകന്മാരും അധ്യാപകരായിട്ടുള്ള രാവിലെ 9 മണി 9:15 ആവുമ്പോൾ സ്കൂളിൽ വരികയാണ്. എന്നിട്ട് വൈകുന്നേരം 3:30-4 മണി വരെ അധ്വാനിക്കുന്നു. വായട്ട് കീറണം, എന്നാലേ ആളുകൾ ഉണ്ടാവുള്ളൂ, കുട്ടികളെ ഇരിക്കുള്ളൂ. ഇപ്പൊ നിലവിൽ കുറച്ചു കാലം മുമ്പ് വരെ, ഒരാഴ്ച മുമ്പ് വരെ വടിയെടുക്കാൻ പോലും പറ്റാത്ത സാഹചര്യം അല്ലേ? നിയമപരമായ പ്രശ്നങ്ങൾ. ഇപ്പൊ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു ചൂരിലെടുക്കുക, അത്യാവശ്യം ഉപയോഗിക്കാന്നാണ്. അത് അത്രയും സന്തോഷമാണ്. ഏതൊക്കെ അധ്യാപകർ അതിനോട് യോജിക്കുന്നു എനിക്കറിയില്ല. ഞാൻ എന്തായാലും യോജിക്കുന്ന ആളാണ്. ഒരു വടി കയ്യിലുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ പോലീസുകാരെ കൊണ്ട് വടി കൊടുക്കും. ഇപ്പൊ പോലീസുകാർ വടി നെട്ടിവെച്ചപ്പോൾ കണ്ടില്ലെങ്കിൽ ലഹരി, ഈ ലഹരി ഇപ്പൊ നേരത്തെ ഉണ്ടല്ലോ. ലഹരി നേരത്തുണ്ട്, കള്ള് നേരത്തുണ്ട്, മോശ സ്വഭാവം നേരത്തുണ്ട്. പക്ഷെ നിയന്ത്രിക്കാൻ ഒരു വടിയും ഒരു കാക്കിയും ഒരു തൊപ്പിയും പോലീസുകാർക്ക് ഉണ്ടായിരുന്നു. നിരവധി പേർ ഇഫ്താർ മീറ്റിൽ പങ്കെടുത്തു.